റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രോഗമോ രോഗബാധയോ എന്നൊരു വിഷയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവ വചനത്തിന്റെ കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. കൊടുപ്പുറപ്പുള്ള ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും കേൾക്കുന്നവരും സംസാരിക്കുന്നവരുമാണ് മനുഷ്യർ. കേൾക്കേണ്ടതൊക്കെ കേൾക്കുവാൻ ശ്രമിക്കുന്നവനാകണം മനുഷ്യൻ. കേൾക്കുന്നതെല്ലാം കൈക്കൊള്ളുന്നവരും വിശ്വസിക്കുന്നവരുമാകരുത് വിശ്വാസികളായ ദൈവമക്കൾ. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതെല്ലാം, ദൈവവചനം കേൾക്കുന്നതെല്ലാം കൈക്കൊള്ളുന്നവരും വിശ്വസിക്കുന്നവരും ആണെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും എന്നത്രേ ദൈവവചനത്തിന്റെ സന്ദേശം. വിശ്വാസം ഉയരുന്നത് കേൾവിയാലാണ്. നാം വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതും വളരേണ്ടതും ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിനാലാണ്. കേൾക്കുന്ന ദൈവവചനം നമ്മിൽ വിശ്വാസമായി വളരണം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, സൗഖ്യം, ആരോഗ്യം, സന്തോഷം, സമാധാനം, വിടുതൽ, മാനസാന്തരം തുടങ്ങിയവയെല്ലാം നമ്മിൽ ഉളവാകുവാൻ, നമ്മിൽ നിലനിൽക്കുവാൻ ആവശ്യമായതിനുള്ള വചനം നാം ദൈനംദിനം കേൾക്കേണ്ടതുണ്ട്. ആ കേൾക്കുന്ന വചനത്താൽ അതിനാവശ്യമായ വിശ്വാസം നമ്മിൽ വളരേണ്ടതുണ്ട്. ഇത് നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നവനായിരിക്കണം വിളിക്കപ്പെട്ടൊരു ദൈവപൈതൽ. അതിനാണ് ദൈവം തൻ്റെ വചനം വ്യത്യസ്ത മുഖാന്തരങ്ങളിൽ കൂടി, വ്യക്തികളിൽ കൂടിയൊക്കെ നമ്മെ കേൾപ്പിക്കുന്നത്. നാം കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പലരുടെയും പല പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാതെ തുടരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണം. പലരും പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകാത്തതിന് പലപ്പോഴും കാരണമാകുന്നത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പരിഹാരമില്ലാതെ തുടരുന്ന പല വിഷയങ്ങൾക്കും കാരണം കേൾക്കുന്നത് വിശ്വസിക്കുന്നില്ല, ഏറ്റെടുത്ത് അനുസരിക്കുന്നില്ല എന്നുള്ള വലിയ കുറ്റമാണ്. സൗഖ്യമാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നതിനും സമാധാനം വ്യാപരിക്കുന്നതിനും ഒക്കെയുള്ള ക്രിസ്തുവിന്റെ വചനം പ്രിയരെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
നാം കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നത് ദൈവവചനമാണെങ്കിൽ അത് വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും ആവശ്യമാണ്. കേട്ടത് വിശ്വസിക്കുകയും വിശ്വസിച്ചതിനാൽ തീരാ നഷ്ടവും ദുഃഖവും നീങ്ങിക്കിട്ടുകയും ചെയ്തവളാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ട് സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീ. അവൾ വിശ്വസിച്ചത്, അവൾ പറഞ്ഞത് അവൾക്ക് സംഭവിച്ചു. അവളുടെ രോഗത്തിൻ്റെ കാലപ്പഴക്കവും സാഹചര്യങ്ങളുടെ അപര്യാപ്തതയോ തടസ്സങ്ങളോ ഒന്നും അവളുടെ വിടുതലിന് അവളുടെ കേൾവിയുടെയും വിശ്വാസത്തിൻ്റെയും മുൻപിൽ തടസ്സമായി നിൽക്കുവാൻ അവൾ സമ്മതിച്ചില്ല. യേശുവിനെ കുറിച്ച് അവൾ കേട്ടത് കണ്ടറിയാൻ അവൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. കഠിന തരത്തിലുള്ള രോഗബാധയാൽ നീണ്ട 12 വർഷങ്ങൾ നരകയാതന അനുഭവിച്ചവൾ, സൗഖ്യമാകുവാനുള്ള അവളുടെ അവസാന പരിശ്രമം, ഇതിനു മുൻപുള്ള സകല പരിശ്രമങ്ങളും പരാജയമായിരുന്നു. 12 വർഷമായി രക്തസ്രാവത്താൽ വലയുന്നവൾ, പല ചികിത്സാവിധികൾ പരീക്ഷിച്ചവൾ, നിരവധി വൈദ്യന്മാരാൽ ഏറിയോന് സഹിച്ചവൾ, അവളുടെ സമ്പത്ത് മുഴുവൻ സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി ചെലവിട്ടവൾ, അവസാനം അവൾ പരവശയായി തീർന്നു. സൗഖ്യദായകൻ യേശുവിനെ കുറിച്ച് അവൾ എങ്ങനെയോ കേട്ടു. യേശു ചെകിടന് കേൾവി കൊടുത്തത്, കുരുടന് സൗഖ്യം കൊടുത്തത്, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമായത് തുടങ്ങി കർത്താവായ യേശുക്രിസ്തു ചെയ്ത നിരവധി അത്ഭുതങ്ങളുടെ, രോഗികളെ സൗഖ്യമാക്കിയ ശുശ്രൂഷകളുടെ കേൾവി അവൾ കേട്ടു. അവൻ ദൈവപുത്രൻ, അവൻ രക്ഷാനായകൻ, പാപം ക്ഷമിക്കുന്നവൻ, അവൻ തൊട്ടാൽ സൗഖ്യം ലഭിക്കും എന്നിങ്ങനെയുള്ള കേൾവിയാണ് അവൾ കേട്ടത്. അതവൾ വിശ്വസിച്ചു. 12 വർഷം ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവളുടെ രോഗം, തൻ്റെ വസ്തുവകകൾ മുഴുവൻ ചിലവഴിച്ച് തളർന്നു പോയവൾ, രോഗത്തിന് ശമനം വന്നില്ലെന്ന് മാത്രമല്ല, രോഗാവസ്ഥ കഠിനമായി വർദ്ധിച്ചു. ഏറ്റവും പരവശയായി തീർന്ന അവസ്ഥയിലായി അവൾ തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. അതുവരെ അവളെ പരിശോധിച്ചവരും ചികിത്സിച്ചവരും നടത്തിയവരും ഒക്കെ അവളുടെ രോഗത്തെയാണ് ചികിത്സിച്ചത്. എന്നാൽ അവളിൽ കുടിയിരുന്നത് ഒരു വെറും രോഗമല്ലായിരുന്നു, രോഗബാധയായിരുന്നു. ആരും അവളെ നിയന്ത്രിച്ചിരുന്ന, അവളെ പതുക്കെ കാർന്നു തിന്ന് കൊന്നുകൊണ്ടിരുന്ന ആ രോഗബാധയെ തിരിച്ചറിഞ്ഞില്ല. പ്രിയരെ, മരുന്നിനോ വൈദ്യന്മാർക്കോ ചിലവഴിക്കുന്ന പണത്തിനോ ബാധയെ പുറത്താക്കാനാകില്ല എന്ന സത്യം നാം തിരിച്ചറിയുക. ബാധ മാറ്റുവാൻ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിനുമാകില്ല. മരുന്നിന് കഴിയാത്തത് ദൈവവചനത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. ബാധ മാറുന്നത്, ബാധ വിട്ടുപോകുന്നത് ദൈവശക്തിയാലേ പറ്റുകയുള്ളൂ. ആരോഗ്യവും സമ്പത്തും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവൾ, ഏവരാലും കൈവിടപ്പെട്ടവൾ, മരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്നവൾ, നിരാലംബയായ സ്ത്രീ, സാധുവായ സ്ത്രീ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളവനെ കുറിച്ച് കേട്ടു. അവൾ കേട്ടത് അവൾ വിശ്വസിച്ചു. അവൻ തൊട്ടാൽ സൗഖ്യമാകും എന്ന കേൾവി, അവൻ തൊട്ടിട്ട് സൗഖ്യമായവരെ കുറിച്ചുള്ള കേൾവി. ന്യായപ്രമാണപ്രകാരം രക്തസ്രാവമുള്ള ഞാൻ അശുദ്ധയാണ്, അശുദ്ധമായതിനെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധരാകും എന്ന പ്രമാണമുള്ളത് കൊണ്ട് അവൻ എന്നെ തൊടുമോ എന്നുള്ള ആശങ്ക ഉള്ളിലുള്ളവൾ പുരുഷാരത്തിന് നടുവിലൂടെ ചെന്ന് അവനെ തൊടാതെ അവൾക്ക് കേട്ടുകേൾവിയാൽ ഉളവായ വിശ്വാസത്താൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടു. വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ, തന്നെ തൊട്ട വിശ്വാസത്തിൻ്റെ ആ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ യേശു ഉടൻ പ്രഖ്യാപിച്ചു, എന്നെ ആരോ തൊട്ടു. യേശുവിൽ നിന്ന് വസ്ത്രം തൊട്ടവളിലേക്ക് ശക്തി പുറപ്പെട്ടു. അവളുടെ ബാധ വിട്ടുമാറി, അവൾക്ക് സ്വസ്ഥത വന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നവൾ വിശ്വസിച്ചു. ആ വിശ്വാസം അവളിൽ ഉളവായത് അവൾ കേട്ട ക്രിസ്തുവിനാലാണ്. കേട്ടത് അവൾ ശ്രദ്ധിച്ചു കേട്ടു, അതിനവൾ ശ്രമിച്ചു. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടത് ഒരത്ഭുതം അവളിൽ ഉളവാകുവാൻ ഇടയാക്കി തീർത്തു.
ഉടപ്പറപ്പുകളെ കേട്ടത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇന്നും അത്ഭുതം സംഭവിക്കും. കാലപ്പഴക്കവും സാഹചര്യ തടസ്സങ്ങളും ഒന്നും വിശ്വാസത്തിന് തടസ്സമല്ല. സ്വത്തും സ്വസ്ഥതയും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടോ? രോഗമോ രോഗബാധയോ നിങ്ങളെ പരവശരാക്കി തീർത്തിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ വചനം കേൾക്കുക, ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക, കേൾക്കുന്നത് വിശ്വസിക്കുക. അവൻ നിങ്ങളെ തൊടാൻ ഇടയാക്കുക, അവനെ തൊടാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇന്നും ഇപ്പോഴും ഒരത്ഭുതത്തിന്, നിങ്ങളിൽ ഒരു അത്ഭുതത്തിന് നിങ്ങൾ അവസരം ഒരുക്കുക. അവസരം നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട്. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിലും ദൈവവചനം കേട്ട് ബലപ്പെടുവാൻ, കേൾക്കപ്പെട്ട വചനപ്രകാരം പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ, വിശ്വാസം കർത്താവെ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ രോഗബാധകളാൽ ഭാരപ്പെടുന്നവർ ദൈവവചനത്തിന്റെ ശക്തിയാൽ സൗഖ്യമാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ട് രക്തസ്രാവക്കാരെ സ്ത്രീയെ പോലെ അവർ കർത്താവെ അങ്ങാകുന്ന വചനത്തെ തൊടുവാൻ അവർക്കിടയായി തീരട്ടെ. അതിനുള്ള ശ്രമം നടത്തുവാൻ, അവരുടെ മുമ്പിലുള്ള അവസരം ഉപയോഗിക്കാൻ എല്ലാവരെയും സഹായിക്കണം. ചില മറുപടികളും വിടുതലുകളും കൽപ്പിച്ചാക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. മാറാനാഥ. Sioni